What the dog doing? നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:45 ഈ സമയത്താണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ഒരു 3 മണിക്ക് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പം 6:45 തൊട്ട് ഏകദേശം ഒരു 9 മണി വരെ നമ്മൾ കുക്കിങ്ങും പരിപാടീസൊക്കെയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ക്ലാസ് കേൾക്കും. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. കെമിസ്ട്രിയുടെ ഗ്യാസ് ലോസ് ആ ഒരു ഏരിയയാണ് പഠിക്കുന്നത്. സ്മിത ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ ക്ലാസ്സാണ്. സൂപ്പർ ക്ലാസ്സാണ്. SCRTയുടെ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുമീൻ വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയലാഭത്തിനാണെങ്കിൽ നമ്മൾ വലിയ മീനൊക്കെ മേടിക്കുക, കുഞ്ഞു മീനൊക്കെ മേടിക്കരുത്. ഒരു ചോദ്യം മാത്രം, നമ്മൾ വലിയ മീൻ വേണം മേടിക്കാൻ. ഓക്കെ, അതവിടെ പോട്ടെ. അപ്പം മീനൊക്കെ വെട്ടണം. പിന്നെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഒരു ചെറിയ പ്രഭാതത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഒരു കാടിൻ്റെ അപ്പുറത്ത് നല്ല പാടാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു ചെറിയ കാട് പോലത്തെ സ്ഥലം, പിന്നെ അപ്പുറത്ത് പാടമാണ്. അത് കഴിഞ്ഞ് ഇത് സമയം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 9:30 സമയമൊക്കെ ആയി. 9:30 to 10:30, ഒരു 1 hour. അതായത് 9:15 ആകുമ്പോൾ ഹസ്ബൻഡ് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 9 ആകുമ്പോൾ കൊച്ചിന് ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെ 9:30 to 10:30 പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. രാവിലെ ആകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ PYQs ആണ് ചെയ്യുന്നത്. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും 10 PYQs വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് PYQ ചെയ്യുന്നത്. അപ്പോൾ PYQ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷനല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ്സിൽ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ലളിത മലയാളം അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷിന് വേറൊരു ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ മാർക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10-ൽ 5 above 6 above ഒക്കെ സ്കോർ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിലാണ് 5-ന് താഴേക്ക് അങ്ങനെ പോകാറില്ല. 6 to 9 ആ ഒരു റേഞ്ചിലാണ് എൻ്റെ മാർക്സ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ PYQs വെച്ചാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പഠിക്കുന്നത്. അതുകൂടാതെ ഡെയിലി വൊക്കാബുലറിയും പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ബെസ്റ്റ് ഡേയിലാണ് കേട്ടോ. അതായത് എനിക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടുന്ന ഒരു ഡേയിലാണ് ഞാൻ ഡെയിലി വൊക്കാബുലറിയും പഠിക്കാറുണ്ട്, അതുപോലെ PYQസും പഠിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് ഉച്ചക്കത്തെ ഒരു ഫുഡിന് വേണ്ട ചെറിയൊരു പ്രിപ്പറേഷനാണ്. ഒരു മുട്ട വറക്കലും പരിപാടീസൊക്കെ. അത് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ പഠിച്ചില്ല കേട്ടോ. രാത്രിയിലെങ്കിൽ രാവിലെ പഠിക്കണമെന്ന് വിചാരിച്ചു, പഠിച്ചിട്ടില്ല. അപ്പം കുറേ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ SBCID എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് അയച്ച് അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞൊരു പരീക്ഷയാണ്. അതിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അത് ഡിസംബറിൽ ഇപ്പം പുതിയ കലണ്ടർ വന്നു, അതിലുമില്ല. അപ്പം ജനുവരി ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതിൻ്റെയും എക്സാമും എനിക്കൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റിൻ്റെയും പിന്നെ നമ്മുടെ SBCIDയുടെ ഒക്കെ എല്ലാം കൂടെ കൂട്ടി ഒരു പ്രിലിംസ് ഉണ്ടാകാനാണ് സാധ്യത എന്നൊക്കെ യൂട്യൂബിലൊക്കെ എല്ലാവരും പറയുന്നു. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സാധ്യത. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ അയച്ചിട്ടുള്ള പരീക്ഷ. ഇനി ഇത് കൂടാതെ ഡിസംബറിൽ കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അറിയാമല്ലാത്തവർക്ക് ആയിട്ട് ഞാൻ പറയുകയാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വിളിക്കും, അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വിളിക്കും, അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയുള്ള 2 പോസ്റ്റുകളാണ്. പിന്നെ ഉള്ളത് 10th ലെവലാണ്. VFA വിളിക്കും. പിന്നെ ബെവ്കോ LDC, ഇത് രണ്ടും അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ 7ാം ക്ലാസ്സിന് മുകളിലുള്ളവർക്ക് വരെ തൊട്ട് എഴുതാവുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. ഇത്രയും പരീക്ഷകൾ, ഏകദേശം ഒരു 6ഓളം പരീക്ഷകൾ ജൂണിനുള്ളിൽ കാണും. അപ്പം വേറൊരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു, ഈ പരീക്ഷയുടെ ഒന്നും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര രാവിലെ 2 മണിക്കും അല്ലെങ്കിൽ 4 മണി വരെയും ഒക്കെ ഇരുന്ന് പഠിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതൊരു മോശമായിട്ടുള്ള കേട്ടോ, അവരങ്ങനെ ചോദിച്ചത് മോശമായിട്ടുള്ള പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് സമയം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഓൾറെഡി സെപ്റ്റംബർ തീർന്നു. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്ന് ഉടനെ 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തണം, അങ്ങനെയാണല്ലോ. അപ്പം 3 മാസത്തിനുള്ളിൽ എന്തായാലും പ്രിലിമിനറി ഉണ്ടെങ്കിൽ പ്രിലിമിനറി കാണും. അപ്പോൾ മാർച്ചിൽ പ്രിലിമിനറി കാണും. പിന്നെ മെയ്, ജൂണോട് കൂടിയൊക്കെ നമുക്ക് ചിലപ്പം ജൂൺ, ജൂലൈ ആ സമയത്തൊക്കെ ആയിട്ട് നമുക്ക് മെയിൻസ് പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ഒരു വാസ്റ്റ് സിലബസ്. അപ്പം നമുക്ക് സമയം സത്യം പറഞ്ഞാൽ ഇല്ല.
ഓരോ ദിവസങ്ങളും പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് സമയമില്ല. അപ്പം മാക്സിമം സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു ലെവലിലെത്തി നമുക്ക് എക്സാം ക്ലിയർ ചെയ്ത് ലിസ്റ്റിൽ വരിക എന്നല്ല, നമുക്ക് അഡ്വൈസ് മേടിച്ച് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റൂ. 2027 നമുക്ക് ജോലിക്ക് 2026-27 ജോലിക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷകൾ. അപ്പം ആർക്കെങ്കിലും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ PYQs ആണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അത്യാവശ്യം എൻ്റെ സ്ട്രോങ് ആണ്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല മാർക്സ് ഇംഗ്ലീഷിൽ കിട്ടാറുണ്ട്. എന്നാലും എനിക്ക് വൊക്കാബിലാണ് മാർക്ക് പോകുന്നത്. ഇപ്പോൾ വൊക്കാബ് ഞാൻ ഡെയിലി വൊക്കാബുലറി പഠിക്കാറുണ്ട്. അത് ടെലഗ്രാമിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൂടാതെ പഴയ ഞാൻ എഴുതി വെച്ച ഒരുപാട് വൊക്കാബുലറി ഉണ്ട്, അത് റിവിഷനും ചെയ്യാറുണ്ട്. പിന്നെ ഈ PYQസും ചെയ്യും. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിലൊരു 2 തവണയൊക്കെ ഗ്രാമർ നോക്കും. അപ്പം ഇംഗ്ലീഷ് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പം SCRTയുടെ നോട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, എൻ്റെ ഫോണിലാണ്. അത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ വായിക്കും. ഇപ്പോൾ SCRT ഒരറ്റത്തുനിന്ന് ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. 10ൻ്റെ SCRT ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതുതരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്? സ്റ്റഡി റൂട്ടീനാണോ, ടൈം ടേബിളാണോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.